നമസ്കാരം. നീലൂർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലപ്പള്ളി തോട് നവീകരണം ഫലം കണ്ടു. വർഷങ്ങളായുള്ള വെള്ളപ്പൊക്ക ഭീഷണിക്ക് ശാശ്വത പരിഹാരം. മാണി സി കാപ്പൻ MLAയ്ക്ക് വ്യാപാരികളുടെ സ്നേഹാദരം. മഴക്കാലത്ത് വർഷങ്ങളായി കൊല്ലപ്പള്ളി നിവാസികളും വ്യാപാരികളും നേരിട്ടിരുന്ന വെള്ളപ്പൊക്ക ഭീഷണിക്ക് തോട് നവീകരണത്തോടെ ശാശ്വത പരിഹാരമായി. തോട്ടിൽ പോളയും മാലിന്യങ്ങളും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നതാണ് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായിരുന്നത്. തോട് ഏതാണ്ട് 2-3 പേർക്ക് ഒന്ന് നേരെ നിൽക്കാനുള്ള സൈഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇടയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ്ട് ഒരു ലാലം തോടിൻ്റെ തലയ്ക്കും പോലെ നല്ല വീതിയായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 4 പഞ്ചായത്തിൻ്റെ അതിരുകളാണ് ഇവിടെ. ഒന്ന് കരൂർ പഞ്ചായത്ത്, ഒന്ന് കടനാട് പഞ്ചായത്ത്, ഒന്ന് ഭരണങ്ങാനം പഞ്ചായത്ത്, പിന്നെ 3 പഞ്ചായത്ത്. അപ്പം 3 പഞ്ചായത്തിൻ്റെ അതിരെന്ന് വേണേൽ പറയാം. ഏറ്റവും 2 പഞ്ചായത്തുകളെ ഒന്നിപ്പിക്കുന്ന ഒരു പാലവും കൂടിയാണിത്. അതുപോലെ തന്നെ പേട്ടയ്ക്ക് പോകാനും ഭരണങ്ങാനത്തിന് പോകാനും ഒരു പ്രവിത്താനം അന്തിനാട് ചുറ്റി പോകാതെ ഒരു ഷോർട്ട് കട്ട് എന്ന നിലയ്ക്ക് 1.5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് പ്രവിത്താനത്തിന്. അപ്പം നന്നായിട്ട് പോകാനുള്ള ഒരു നല്ല റോഡാണ്. ഈ റോഡിൻ്റെ ഈ പാലം കൂടി ഇച്ചിരി കൂടി ഒന്ന് വീതി കൂട്ടി പുതുക്കി പണിതാൽ പൊതുജനത്തിന് ഇല്ലേ വേണേൽ ബസ് കൂടെ വിടാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഷോർട്ട് കട്ട് പാസ് വേ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കാര്യങ്ങൾ വരുന്നതിന് ബഹുമാനപ്പെട്ട നമ്മുടെ MLAയോട് അപേക്ഷിക്കുകയാണ്. ഈ റോഡിൻ്റെ പാലം ഇച്ചിരി വീതി കൂട്ടി പണിത് ഭംഗിയാക്കി തരണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ്. കാലങ്ങളായിട്ട് ഇവിടെ തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നില്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ തോട്ടിലോട്ടൊരു വെയിൽ വീഴുന്നിട്ട് കാലങ്ങളായ അവസ്ഥയായിരുന്നു. നിറഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു തടയണ തീർത്ത പോലെ നിന്ന ഒരു തോട്. തീർച്ചയായിട്ടും ഇറിഗേഷൻ്റെയൊക്കെ വകുപ്പ് അനുമതിയൊക്കെ താമസം വരുമെന്ന് അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത് നമ്മുടെ MLA ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനൊരു കാര്യം സാറിനെ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. MLAയുടെ പ്രത്യേക പരിഗണന മുഖാന്തരം ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ട് തന്നെയാണ് അത് ഇവിടെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത് വിനിയോഗിക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങളുടെ ഇവിടെ വീടുകളിലും റോഡിലും എല്ലാം വെള്ളം കയറി നശിക്കുന്നതായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLAയ്ക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മിക്കും ഈ നാട്ടുകാരുടെ പേരിൽ നന്ദി പറയുന്നു. നവീകരണത്തിന്റെ ഭാഗമായി തോടിന്റെ വീതി കൂട്ടി വൃത്തിയാക്കിയതോടെ വെള്ളം സുഗമമായി ഒഴുകാൻ തുടങ്ങി. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഫണ്ട് അനുവദിച്ച മാണി സി കാപ്പൻ MLA സ്ഥലം സന്ദർശിച്ചു. നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യത്തിനൊപ്പം നിന്ന് തോട് നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത മാണി സി കാപ്പൻ MLAയ്ക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ചടങ്ങിൽ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ ഈ മുഴുവൻ വ്യാപാരികളും വെള്ളത്തിൽ പോകുന്ന സാഹചര്യമാണ്. കാരണം ടൗൺ താന്നായിരുന്നു എന്നുള്ളത് കൊണ്ടല്ല, തോട് ഉയർന്നു വരികയും വെള്ളം ഏത് ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും ടൗണിൽ കയറുകയും ചെയ്യുമായിരുന്നു. തോട് നവീകരണത്തിനായി പ്രവർത്തിച്ച കൊല്ലപ്പള്ളി വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മിയെയും ചടങ്ങിൽ അനുമോദിച്ചു. തങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ MLAയ്ക്കും വാർഡ് മെമ്പറിനും പ്രദേശവാസികളും വ്യാപാരികളും നന്ദി രേഖപ്പെടുത്തി. സ്ഥലം സന്ദർശനത്തിലും സ്വീകരണ ചടങ്ങിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി ചോക്കാട്ട്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് വടക്കേക്കര എന്നിവർ MLAയോടൊപ്പം പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളായ സാംകുമാർ കൊല്ലപ്പള്ളി, ഇഗ്നേഷ്യസ് തയ്യിൽ, ബിജു തോപ്പിൽ, രതീഷ് കിഴക്കേപ്പറമ്പിൽ, ജോജോ തെക്കേക്കരോട്ട്, പ്രശാന്ത് ട്രാവൻകൂർ, ഷാജി AG അരീക്കൽ, സുരേഷ് കുമാർ കളപ്പുരയ്ക്കൽ എന്നിവരും നിരവധി പ്രദേശവാസികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.